all these struggles of the working class and other sections of the working people are necessary, and we must be able to develop and intensify these struggles. But they alone won't be sufficient to meet the challenge of this Hindutva corporate regime, because our party recognizes that behind the BJP is the Rashtriya Swayamsevak Sangh, the RSS, which has a fascistic ideology. And it is the RSS which has penetrated, using the BJP in government, into all state institutions, which is seeking to remold and reshape our cultural and educational systems. And therefore, along with the fight on the demands, economic demands of the working people against the neoliberal policies, we also have to integrate the struggle with the struggle against the Hindutva communal ideology and the way it is penetrating in different sections of our society. തൊഴിലാളി വർഗത്തിൻ്റെയും പണിയെടുക്കുന്ന മറ്റു വിഭാഗങ്ങളുടെയും പോരാട്ടങ്ങൾ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അത്തരം പോരാട്ടങ്ങൾ കൊണ്ട് മാത്രം ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. BJPക്ക് പുറകിൽ RSS ആണുള്ളത്. നേരത്തെ നാം കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് RSS പിന്തുടരുന്നത്. BJP സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും RSS നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. അതുവഴി സാംസ്കാരിക വിദ്യാഭ്യാസ സംവിധാനത്തെ പ്രതിലോമകരമായ പൊളിച്ചെഴുത്തിന് അവർ വിധേയമാക്കുന്നു. അതിനെ കൂടി പ്രതിരോധിക്കാതെ ഈ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പോൾ നവ ഉദാരവൽക്കരണ നയത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആധിപത്യം സമൂഹത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും വിവിധ മണ്ഡലങ്ങളിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തെ കൂടി തിരിച്ചറിഞ്ഞുള്ള പ്രതിരോധവും വിപുലമായ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. We have used the term neo-fascist for the first time in our political resolution. What does neo-fascism mean in the contemporary world today? We are seeing neo-fascist forces rising in Europe and in America and Latin America. Neo-fascist, the term is used because it is not the same phenomenon as classical fascism, which we saw in the mid-20th, in the first four decades of the 20th century. It is modified, it has some elements of the old fascism, but also it has incorporated other features. Under neoliberalism, the crisis of neoliberalism has led to unleashing of these forces, right-wing forces. And in each country, the fascist ideology which identifies someone as the enemy, whether it's a religious minority or an ethnic minority, or as in the case of Europe, immigrants who are considered foreigners, all this constitutes ingredients of neo-fascism. And in India, the RSS and the Hindutva ideology is a distinctive feature. It is not there in other countries. That is why we also use the term neo-fascism, unlike what we used to call earlier fascism or fascistic. This is what we have put in our resolution. നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ആദ്യമായി നവ ഫാസിസ്റ്റ് എന്നുള്ള ഒരു പദം പ്രയോഗിക്കുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നവ ഫാസിസം എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? പ്രത്യേകിച്ചും നവ ഫാസിസം അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉയരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെയും പ്രതിപാദിക്കുകയുണ്ടായി.
എന്തുകൊണ്ടാണ് നവഫാസിസം എന്ന് നാം പ്രയോഗിക്കുന്നത്? അത് ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ 2-3 ദശകങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടു വന്ന ഫാസിസം, അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഫാസിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ചില പ്രവണതകൾ പുതിയ കാല ഫാസിസത്തിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ പ്രവണതകൾക്കൊപ്പം തന്നെ പുതിയ രൂപത്തിലുള്ള പ്രവണതകളും ഈ പുതിയ കാലത്തിൻ്റെ ഫാസിസത്തിൽ മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നവ ഉദാരവൽക്കരണ പ്രതിസന്ധിയാണ് അത്തരത്തിലുള്ള പുതിയ പ്രവണതകളിലൂടെയുള്ള ഈ ഫാസിസ്റ്റ് രൂപത്തിലേക്ക് നയിക്കുന്നത്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു അപരനെ നിർമ്മിക്കുന്നു, ഒരു ശത്രുവിനെ പ്രഖ്യാപിക്കുന്നു. അത് മതമാകാം, വംശമാകാം, കുടിയേറ്റക്കാരാകാം, വിദേശികളാകാം. ആ ശത്രുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ വരുന്നു. ഇന്ത്യയിൽ അതിൻ്റെ മറ്റു രൂപമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. അത് ഈ നവഫാസിസത്തിൻ്റെ ഒരു പുതിയ രൂപമായി തന്നെ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് പ്രമേയം നവഫാസിസം എന്ന് ഈ ഘട്ടത്തിൽ ഈ പ്രവണതയെ വിശേഷിപ്പിക്കുന്നത്. I am amused to find that Congress leaders in Kerala who have seemed to be experts on fascism are critiquing our use of this term neo-fascism, and that the Modi government is displaying neo-fascist characteristics. I saw today's paper, Mr. V.D. Satishan has said that earlier the CPIM used to call it fascism. Now they have given up the term fascism because they don't want to fight the BJP. They are soft on the BJP. And he claims our earlier party Congress resolutions had called the Modi government fascist, and now we have given up the term. I don't think he has read our earlier resolutions, because if he reads our Hyderabad Congress resolution 2018, we said that there are emerging fascistic trends. Emerging fascistic trends. Now he says our General Secretary, Comrade Sitaram Yechuri, used to have a better understanding of fascism. But he was the General Secretary when this resolution was drafted. And in that we recognize there are emerging fascistic trends. Today, 7 years later, we are saying now they are displaying fascistic characteristics. There's no more emerging. So, how do we understand it? With the 11 years of Modi government's rule, the aggressive drive to impose the Hindutva agenda and the neoliberal agenda, yes, they are displaying neo-fascistic characteristics now. And we have to fight it. We have to resist it. Because if we do not fight it and resist it, then it will develop into full-fledged fascism. This is what makes us mobilize the people, create the grounds to fight back this neo-fascistic trends and characteristics. This is how we understand it. And distorting this, the Congress party is only playing cheap politics. We do not need certificates from the Congress leadership here on how to fight the BJP and the RSS. We have just passed a resolution on our martyrs since the last state conference here. 4 of them were killed by the RSS. 4 of those martyrs were killed at the hands of the RSS. This is the proof of who is fighting the RSS and the BJP in Kerala. എന്നാൽ കോൺഗ്രസിൻ്റെ ചില വക്താക്കൾ അവർ പ്രധാനമായിട്ട് ഫാസിസത്തിൻ്റെ ചില വിദഗ്ധരായ ആളുകളുണ്ട്. അവർ ഈ മോഡിയുടെ ഈ നവഫാസിസ്റ്റ് പ്രവണത എന്നുള്ള ഈ പ്രയോഗത്തെ അവർ പറയുന്നത് ഇത് CPIM ഇത് ഫാസിസത്തെ ഉപേക്ഷിച്ച് കാണുന്നില്ല, BJPക്കെതിരെ പോരാട്ടം ദുർബലപ്പെടുത്തുന്നു. VD സതീശൻ പറഞ്ഞത് നേരത്തെ ഇവർ ഫാസിസം എന്നാണ് പറഞ്ഞിരുന്നത്, മോഡി ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ്റായിട്ടാണ് കണ്ടിരുന്നത്, ഇപ്പോൾ അത് ഉപേക്ഷിച്ചിരിക്കുന്നു. അത് BJPയുടെ മൃദു സമീപനമാണ്, BJPക്കെതിരെ പൊരുതുന്നതിന് താല്പര്യമില്ലാത്തതാണ് എന്ന് കാണിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴത്തെ രേഖ മാത്രമല്ല മുൻപത്തെ പാർട്ടി രേഖകളും വായിച്ചിട്ടുണ്ടാകാൻ ഇടയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
2018 ഹൈദരാബാദ് പ്രമേയം, ആ പ്രമേയം അതിൽ പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അന്ന് ഇവർ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്, സീതാറാം യെച്ചൂരിക്ക് കുറേ കൂടി വ്യക്തതയോടുകൂടി ഫാസിസത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു, ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സഖാവ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഹൈദരാബാദിലെ പ്രമേയം ശക്തിപ്പെട്ടു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ രാജ്യത്ത് മോഡി സർക്കാർ പ്രതിഫലിക്കുന്നു എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കിയത്. 7 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ മാറി കുറേ കൂടി ശക്തമായിരിക്കുന്നു, അത് നവ ഫാസിസത്തിൻ്റെ സ്വഭാവമോ പ്രവണതയിലേക്കോ എങ്ങനെ വികസിച്ചിരിക്കുന്നു, ഇതാണ് നാം ഈ ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നത്. 11 വർഷത്തെ മോഡി സർക്കാരിൻ്റെ ആക്രമണോത്സുക ഹിന്ദുത്വ നയങ്ങളുടെ പ്രയോഗം അത് നവഫാസിസ്റ്റ് പ്രവണതകളെയും അതിൻ്റെ നവഫാസിസ്റ്റ് സ്വഭാവത്തെയും ഭരണ സംവിധാനത്തിൽ കുറേ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നാം എത്തിച്ചേരുന്ന നിഗമനം? ഇത് ശരിയായി മനസ്സിലാക്കുന്നത് ഈ നവ ഉദാരവൽക്കരണ പ്രവണത ശക്തിപ്പെട്ടു വരുമ്പോൾ, അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണ സ്വഭാവം സംവിധാനത്തിനകത്ത് ശക്തിപ്പെട്ടു വരുമ്പോൾ അതിനെ പൊരുതി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമില്ല എങ്കിൽ ഇത് ഫാസിസത്തിലേക്ക് നയിക്കും എന്നുള്ള മുന്നറിയിപ്പാണ്. അത് ശരിയായി മനസ്സിലാക്കി പൊരുതുക എന്നുള്ളതാണ് ഫാസിസത്തിലേക്ക് പോകാതെ ഈ രാജ്യത്ത് തടയുന്നതിന് ആവശ്യമായ മുന്നുപാധി. കോൺഗ്രസ് തരംതാണ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, RSSനും BJPക്കും എതിരെയുള്ള പോരാട്ടത്തിൽ CPIMന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല. ഇവിടെ വായിച്ച രക്തസാക്ഷി പ്രമേയമുണ്ടല്ലോ, ആ രക്തസാക്ഷികളിൽ ഈ സമ്മേളന കാലയളവിൽ കൊല്ലപ്പെട്ട 6 പേർ RSSകാരാൽ കൊല്ലപ്പെട്ടവരാണ്. ഇതിനപ്പുറത്ത് മറ്റെന്ത് തെളിവാണ് RSSനെതിരെ കേരളത്തിൽ പൊരുതുന്നത് CPIM ആണ് എന്നതിന് വേണ്ടത്? അതുകൊണ്ട് ഈ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്.